നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരാവേശം മുറുകുകയാണ്. ബിഗ് ബോസ് ഈ സീസണിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിട്ടാണ് ജിൻഡോയെ എല്ലാവരും കാണുന്നത്. അവസാനത്തെ ടാസ്കിൽ ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചുവെന്നും ഗബ്രിയും ജിൻഡോയും തമ്മിൽ കാര്യമായ വഴക്ക് തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ലൈവ് കണ്ടതിലൂടെ വിലയിരുത്തുന്നത്. ജിൻഡോയും ഗബ്രിയും തമ്മിൽ നേരത്തെയും രൂക്ഷമായ രീതിയിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അടുത്ത പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള ടാസ്കുകളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അത്തരത്തിൽ ഒരു ടാസ്കിനിടയിലാണ് ഇപ്പോൾ പ്രശ്നം കലുഷിതമായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വീണ്ടും വികാരം ജാസ്മിനെതിരെ തിരിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാവുന്നത്. ഇന്നത്തെ ടാസ്കിൽ ഡെൻ ടീം ജാസ്മിൻ, അൻസിബ, ജിൻഡോ എന്നിവരായിരുന്നു. പവർ ടീം അംഗങ്ങളായ ഋഷി, ഗബ്രി, ശ്രീരേഖ എന്നിവരെയാണ് തോൽപ്പിക്കേണ്ടത്. ഗെയിമിനിടയിൽ ഡേഞ്ചറസ് കോയിൻ ഗബ്രിയുടെ ശരീരത്തിൽ പതിപ്പിച്ച് ജിൻഡോക്കെതിരെയാണ് ഗബ്രി ആക്രമണം നടത്തിയത്. തിരിച്ച കോയിൻ ജിൻഡോയുടെ മേൽ പതിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ കയ്യാങ്കളിയായി മാറുകയായിരുന്നു. എന്നാൽ ഗെയിമിൽ ഏകപക്ഷീയമായ നിലപാടാണ് ഇൻമേറ്റ്സ് എടുത്തതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എല്ലാവരും ഏകപക്ഷീയമായി ജിൻഡോയ്ക്ക് മേൽക്കുറ്റം ചാർത്തുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ജിൻഡോയെ വട്ടം പിടിക്കുന്നതും ആക്രമിക്കുന്നതും ഒന്നും ആരും കാണുന്നില്ല. എല്ലാവരും ശരണ്യയും ഗബ്രിയെയും മാത്രം സമാധാനിപ്പിക്കുമ്പോൾ ജിൻഡോ ഒരു ഭാഗത്ത് തളർന്നിരിക്കുകയായിരുന്നു. സ്വന്തം ടീമിലുള്ളവർ പോലും എതിർ ടീമിലുള്ളവരെയാണ് ആശ്വസിപ്പിച്ചതെന്നും പ്രേക്ഷകർ പ്രതികരണത്തിൽ പറയുന്നു. ഗബ്രിക്ക് വേണ്ടി കളി വിട്ടുകൊടുക്കുന്ന ജാസ്മിനെയും ഋഷി ഉള്ളതിനാൽ ആക്റ്റീവ് ആകാത്ത അൻസിബയെയുമാണ് കണ്ടതെന്നും പ്രേക്ഷകർ പറയുന്നു. പക്ഷേ ജാസ്മിനെതിരെ തന്നെയാണ് പ്രേക്ഷകരുടെ വിമർശനം നീളുന്നത്. ഗബ്രിയുമായുള്ള വിഷയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിന്ന ജാസ്മിനെ ഗബ്രി വീണ്ടും സംസാരിച്ച് അതിലേക്ക് കൊണ്ടിടുകയാണെന്നും ഗബ്രി തുടക്കം മുതലേ ടോക്സിക് ആണെന്നുമൊക്കെ വാദങ്ങൾ ഉയരുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.